ഈശ്വരങ്ങൾക്കൊക്കെ വളരെയേറെ പ്രിയങ്കരനായിട്ടുള്ള കോതമംഗലം രൂപതയുടെ മേലധ്യക്ഷൻ അഭിയുന്നതനായിട്ടുള്ള ജോർജ് മണത്തിക്കൽ പിതാവേ, ഈ രൂപത പടുത്തുയർത്തുന്നതിൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് ആരോഗ്യത്തോടുകൂടിയായിരിക്കുന്ന അഭിയുന്നതനായ ബഹുമാന്യനായിട്ടുള്ള ജോർജ് പെണ്ണക്കോട്ട പിതാവ്, സ്നേഹമുള്ള ജനറാളച്ചന്മാരെ, സ്നേഹമുള്ള സഹോദര വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാസ്റ്റർ കൗൺസിൽ, സംഘടനാ ഭാരവാഹികൾ, ഇടവക പ്രതിനിധികൾ, ഈ ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട യുവജനങ്ങൾ, ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള വാത്സല്യമുള്ള പിതാവിൻ്റെ പൊന്നും കുഞ്ഞു മക്കൾ, കുട്ടികൾക്കൊക്കെ സുഖമാണല്ലേ? ഞങ്ങളുടെ യൂണിഫോം എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ചോദിച്ച പോലെ പറഞ്ഞു, എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് വന്നതിന് സമ്മാനം കിട്ടിയതാണല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും അപ്പനും അമ്മയും മക്കളൊക്കെ ഈ വെങ്ങിയിട്ടിട്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ അടുത്ത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് നിങ്ങൾ വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളം അതിരൂപതയിൽ നിന്ന് മലയോര പ്രദേശങ്ങൾ വേർതിരിച്ചതാണ് കോതമംഗലം രൂപത. ഞാൻ ഈ കോതമംഗലം രൂപതയുടെ ചരിത്രമൊന്നും വെറുതെ പരിശോധിക്കുകയായിരുന്നു. എറണാകുളത്തിൻ്റെ അവികസിതമായിട്ടുള്ള ഭാഗങ്ങൾ വേർപെടുത്തി രൂപീകരിച്ച കോതമംഗലം രൂപത ഇന്ന് കേരളത്തിലെ മറ്റേത് രൂപതയ്ക്കൊപ്പം തലവേറി നിൽക്കാൻ കഴിവുള്ള വളരെ വലിയ രൂപതയായിട്ട് വളർന്നു. ഇതിൻ്റെ മലയോര പ്രദേശങ്ങൾ പിന്നീട് ഇടുക്കി രൂപതയായിട്ട് വേർതിരിച്ചു. എന്നുകൊണ്ട് പിതാവ്, ഞാൻ കുമാരൻ സമയത്ത് ഇടുക്കിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പിതാവ് പള്ളി വയ്ക്കാൻ സാധ്യത എല്ലാ സ്ഥലത്തും പള്ളികൾ വെച്ചിട്ടാണ് ഇടുക്കി രൂപതയായിട്ട് വേർതിരിച്ചത്. ഒരുപക്ഷെ ഈ കോതമംഗലത്തേക്ക് വരുമ്പോൾ കോതമംഗലത്തിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പാടത്തും പറമ്പിലും പണിയെടുത്ത മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ വിളകൊരുന്ന, അത് ശേഖരിക്കുന്ന സമ്പന്ന ഭൂമിയാണ് കോതമംഗലം രൂപത. ഇവിടെ കൂടുതൽ കച്ചവടക്കാരൊന്നുമില്ല. നട്ടൻ്റെ തൊഴിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർ. അതുകൊണ്ട് തന്നെ ടൗണിലൊക്കെ പള്ളികളോടുള്ള അടുപ്പത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവക പള്ളികളോടും നിങ്ങളുടെ സ്ഥാപനങ്ങളോടൊക്കെയുള്ള ഒരിഷ്ടം, നിങ്ങളുടെ വൈദികരോടും നിങ്ങളുടെ സമർപ്പിതരോടും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു ഭ്രാന്തമായ അടുപ്പം, അത് സത്യത്തിലെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ കണ്ണുനീരിൻ്റെയൊക്കെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോതമംഗലം രൂപതയ്ക്ക് എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പിതാക്കന്മാരുടെ നേതൃത്വം, ഇവിടുത്തെ വൈദികരെ കൊടുത്ത സഹകരണം, ഇവിടുത്തെ സമർപ്പിതരെ ചേർന്ന് നിന്നത്, അതിനെല്ലാം ഇവിടുത്തെ ജനങ്ങൾ അഭൂതപൂർവമായിട്ട് പ്രോത്സാഹിപ്പിച്ചത് പണം കൊണ്ട്, അധ്വാനം കൊണ്ട്, ഏതൊക്കെ വിധത്തിൽ സഹായിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, കോതമംഗലം രൂപതയുടെ അഭിവൃദ്ധി നിങ്ങളുടെ രക്തവും
നിങ്ങളുടെ വിയർപ്പമാണ്. ഭാഗ്യാതിരാണ് ഞാൻ പറയുകയാണ്. നിങ്ങളെക്കാളൊക്കെ ഒരുപാട് സാമ്പത്തിക സുസ്ഥിതിയുള്ള മറ്റു പല രൂപതകളും വിദേശ ഫണ്ടുകളെ ആശ്രയിച്ചിട്ട് രൂപതയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ വിദേശ ഫണ്ട് സ്വീകരിച്ച, അല്ലെങ്കിൽ അതിലെ താല്പര്യം കാണിക്കാതെ സ്വന്തം സംവിധാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ചാൽ തല ഉയർത്തി നിൽക്കാൻ, ആരുടെ മുഖത്ത് നോക്കി അഭിമാനത്തോടുകൂടെ പറയാൻ ഞങ്ങളുടെ വളർച്ച, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ ഐക്യമത്യമാണെന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള കുലീനത്വമുണ്ട്. വിശ്വാസത്തോട് നിങ്ങൾ കാണിച്ച അനിതര സാധാരണമായിട്ടൊരു അടുപ്പമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മുൻപിലെ ഒരുപാട് ഇഷ്ടത്തോടുകൂടി നിങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് കടന്നുപോയി അഭിയുന്ന പോത്തനാമേറ്റുകാർ 20 ആരംഭകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട വന്യപിതാവ്. അതിനുശേഷം ദീർഘകാലം വളരെയേറെ ഈ രൂപതയ്ക്ക് നേതൃത്വം കൊടുത്ത ജോർജ് കുന്നക്കോട്ടി പിതാവ്, ഇന്ന് ഈ രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വളരെ പ്രിയങ്കരനായിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ വളരെ സ്വീകാര്യനായിട്ടുള്ള, ഞങ്ങളുടെ ഏത് കാര്യത്തിലും ഞങ്ങൾക്ക് കരം തരുന്ന ജോർജ് വളർത്തിക്കണ്ടത്തി പിതാവ്, ഇവരോടൊക്കെയുള്ള എൻ്റെ അടുപ്പവും സ്നേഹവും ഞാൻ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്. അതുപോലെ ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ അച്ഛന്മാരോടും ഇവിടുത്തെ സന്യസ്തരോടും അന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. കോതമംഗലം രൂപതയുടെ ആസ്തി ഇവിടുത്തെ സ്ഥാപനങ്ങളും ഇവിടുത്തെ പള്ളികളും ഒന്നുമല്ല. തറവാടിത്തുള്ള വിശ്വാസത്തോട് ഒരുപാട് വിശ്വസ്ത പുലർത്തിയിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളാണ്. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നടത്തിയ കഷ്ടപ്പാട്, നിങ്ങളൊഴുക്കിയ കണ്ണുനീര്, അതാണ് ഈ രൂപതയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ആ മൂലക്കല്ലിലാണ്, ഈ ഐക്യത്തിൻ്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ വായനകൾ നിങ്ങൾക്കറിയാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യത്തെ വായന. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി 7 വരെയുള്ള വചനങ്ങൾ വളരെ മനോഹരമായിട്ടൊരു വായനയാണ്. പ്രത്യേകിച്ച് കോതമംഗലം രൂപതയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആ വായനയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിലെ പറയുകയാണ്, ഞാനൊരു പുതിയ ആകാശം കണ്ടു, ഞാനൊരു പുതിയ ഭൂമി കണ്ടു, പഴയത് കടന്നുപോയി, ദൈവത്തിൻ്റെ കൂടാരം നിങ്ങളോട് കൂടിയിട്ടുണ്ട്. കോതമംഗലം രൂപത അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുതിയ ആകാശം, ചക്രവാളം കണ്ട് സ്വപ്നം കണ്ട ജനതയുടെ കഷ്ടപ്പാട്, ഇവിടുത്തെ വൈദികരുടെ ഒന്നിപ്പ്, ഇവിടുത്തെ സമർപ്പിതരുടെ ആത്മസമർപ്പണം, ഇവിടുത്തെ അൽമായരുടെ വലിയ ത്യാഗം, ഒരു പുതിയ ആകാശം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ഇടുക്കി, ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു എന്നതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ലാത്ത മലയോരങ്ങളിലെ മനുഷ്യർക്ക് ദൈവാരാധനയ്ക്ക് വേണ്ടി എല്ലായിടത്തും പള്ളി പണിയാൻ കോതമംഗലം രൂപത എടുത്ത ഒരു വലിയ മുന്നേറ്റമുണ്ട്. എറണാകുളത്ത് കോതമംഗലം തിരിയുമ്പോൾ ഇടുക്കി ഭാഗത്ത് എത്ര പള്ളി ഉണ്ടായിരുന്നു? അവിടേക്ക് മനുഷ്യർ കുടിയേറ്റേ ഉണ്ടായിരുന്നു. കോതമംഗലം നേതൃത്വം കൊടുത്ത് ഇടുക്കിക്ക് സ്നാപക യോഗജ്ഞാനന്റെ ദൗത്യം നിർവഹിച്ചു, വഴിയൊരുക്കി, മലയിടങ്ങളെ ഇടിച്ചു നിരപ്പാക്കാൻ, പുതിയ ദേവാലയങ്ങൾ പണിയാൻ, മനുഷ്യരെ ഒന്നിപ്പിക്കാൻ. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്മരണ എത്ര മനോഹരമാണ്. എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് ഞാൻ തുടച്ചു നീക്കുമെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്.
എൻ്റെ ജനത്തിന്റെ കണ്ണുനീര് ഞാൻ തുടച്ചു. ഒരുപക്ഷെ കോതമംഗല രൂപത ഈ വർഷങ്ങളിലൊക്കെ നടത്തിയ ഏറ്റവും വലിയ വളർച്ച അത് മനുഷ്യന്റെ കണ്ണുനീരെ തുടച്ചു മാറ്റാൻ നിങ്ങൾ കൊടുത്ത നേതൃത്വമാണ്. നിങ്ങൾ മനുഷ്യന്റെ വേദനകൾ, മനുഷ്യന്റെ സംഘർഷങ്ങൾ, മനുഷ്യന്റെ സങ്കടങ്ങൾ അവിടെയൊക്കെ കരം കൊടുക്കാൻ നല്ല സമുദായക്കാരൻ്റെ ദൗത്യം ഏറ്റെടുത്ത ഒരു രൂപത. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് കോതമംഗല രൂപതയെ സംബന്ധിച്ചിടത്തുള്ള സത്യമാണ്. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമി, പഴയത് കടന്നുപോയി. ദൈവത്തിന്റെ കൂടാരം നമ്മോട് കൂടെയുണ്ട്. കോതമംഗലത്തിന്റെ ഏറ്റവും വലിയ ആസ്തി ഈ ദൈവത്തിന്റെ ജനത്തിന്റെ മനസ്സിന്റെ പൊരുത്തം, ഒന്നിച്ചു നിൽക്കാനുള്ള വലിയ ത്യാഗസന്നദ്ധ, ചേർന്ന് നിന്ന് പടുത്തുയർത്താൻ കാണിച്ചിട്ടുള്ള വലിയ സന്മനോഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായം 15 തുടങ്ങി 24 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നൽകുന്നത്. മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണിത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ആരാണ് ക്രൈസ്തവൻ എന്ന വാക്കിനെ അർത്ഥം വ്യാഖ്യാനിച്ചപ്പോൾ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മറിയമാണ്. ആരാണ് ഒരു ക്രൈസ്തവൻ, ആരായിരിക്കണം ഒരു ക്രൈസ്തവൻ എന്നുള്ളതിനെ മറിയമാണ് മാതൃക. അവള് മാലാഖയോട് പറഞ്ഞ വാക്കുകൾ അത് ക്രൈസ്തവന്റെ ചക്രവാളങ്ങളിലേക്കുള്ള ദിശാസൂചികയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതെങ്ങനെ സംഭവിക്കും? അസാധ്യമാണല്ലോ. പക്ഷെ ഇത് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ സഹകരണം അതിന് ആവശ്യമുണ്ടെങ്കിൽ, ഇതാ ഞാൻ കീഴടങ്ങുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ ഒരുപക്ഷെ മറിയത്തിന്റെ വലിയ മാതൃക, കർത്താവ് പറഞ്ഞ വാക്കുകൾ, എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കലാണ്. ഇത്ര മനോഹരമായിട്ടുള്ള പ്രയോഗമാണ്. എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഒരു പാരമ്പര്യത്തിൻ്റെ പിൻതലമുറക്കാരാണ് നിങ്ങളൊക്കെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഒരുപക്ഷെ ഞാനും നിങ്ങളും ഏറ്റവും വിലപ്പെട്ട കർത്താവിൻ്റെ ഒരു ദാനമായിട്ട് കാണും. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും. നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ഞാൻ പോകുന്നതിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നിങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സഹായകനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിക്കുവോണം. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടമാണല്ലോ പിതാവ് അങ്ങനെ അനിതര സാധാരണമായിട്ട് ഒരുപാട് കഴിവുകളുള്ള, സാമർഥ്യമുള്ള, തൻ്റെ ഉള്ള ഒരാളൊന്നുമല്ല. എന്നിട്ടും പിതാവ് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് എൻ്റെ മറുപടി ഇതാണ്: ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്.
നമ്മുടെ പ്രതിസന്ധികൾ, അത് കുടുംബങ്ങളിലാകാം, അത് വ്യക്തികളിലാകാം, അത് സമൂഹങ്ങളിലാകാം, അത് ഇടവകളിലാകാം, പണമുണ്ടായാൽ എല്ലാ പ്രശ്നവും തീരുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും നമുക്കുണ്ട്. പണത്തിന്റെ കുറവാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന്. പണം വേണ്ടതെന്നുള്ള ഒരു അർത്ഥമൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും കർത്താവിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെന്ന്, അവൻ വരുമ്പോൾ എൻ്റെ വേല നിങ്ങൾ തുടരാനും പൂർത്തിയാക്കാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്ക് നൽകും. ഈ കഴിഞ്ഞ പെന്തക്കോസ്തായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലെ മനോഹരമായിട്ട് പ്രയോഗിക്കുന്ന ഒരു വചനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാർപ്പാപ്പ പറയുകയാണ്, Pentecost is not an end reality. It shall be a never-ending reality. പെന്തക്കോസ്ത് ഏതോ കഴിഞ്ഞു പോയ ഒരു തിരുനാളിൻ്റെ ഓർമ്മ പെരുന്നാളല്ല. നമ്മൾ അങ്ങനെ ധരിച്ചു വയ്ക്കുന്ന അല്ല. പെന്തക്കോസ്ത് തുടരുന്നതാണ് സഭ. ഈ പെന്തക്കോസ്തായിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ സ്വീകരിക്കുന്നതാണ് സഭയുടെ സാക്ഷ്യം. സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ശക്തരാക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സഹായകനെ വാക്കു പറയുന്നു. സഹായകൻ വരുമ്പോഴേ നിങ്ങൾ ശക്തി സ്വീകരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. കർത്താവ് എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ വചനം പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ വചനം ആരാണ് പാലിക്കുന്നത്? അവനാണ് എന്നെ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനല്ല, ആരാണോ എൻ്റെ വചനം പാലിക്കുന്നത് അവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ചിലപ്പോഴ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ നമുക്ക് കുറവുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ ഉള്ള പൊരുത്തക്കേടാണ്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തികളും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. ഈ പൊരുത്തക്കേട് പരിഹരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ ജനങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്ത് ജോലി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും പെന്തക്കോസ്തായുടെ തുടർച്ചയാണ്. പെന്തക്കോസ്ത ഇന്നും തുടരുകയാണ്. പെന്തക്കോസ്ത അവസാനിച്ചിട്ടില്ല. ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. വലിയ ഭാഗ്യമാണ്. 1ാം ക്ലാസ്സോടാണ് പഠിക്കാനായിട്ടുള്ള മഹാഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. തൃശ്ശൂരിലെ മിക്കവാറും എല്ലാം കച്ചവടക്കാരും എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അടി കൊണ്ടിട്ടുള്ളത് കണക്കിൽ അന്ന് കുട്ടികളെ ടേബിൾ ഈ പട്ടിക ചോദിക്കും. 9-8, 16-83 മാഷനെ തവിട് കൂടിയായിരിക്കും. ഇന്നാണ് മാഷക്ക് ശമ്പളം കിട്ടില്ല, പെൻഷൻ കിട്ടില്ല, കുട്ടികൾ തൊടാൻ പാടില്ല. ഞാൻ പട്ടം പിടിക്കേണ്ട സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, മോനൊന്ന് പോയിട്ട് ആ മാഷോടൊന്ന് നന്ദി പറയണം. എന്നെ ഇന്ന് കാണുന്ന വിധത്തിൽ ശരിയാക്കിയത് മാഷാണ്. ഞാൻ പറഞ്ഞു, മാഷ ഞാൻ അടാ നീ പൊക്കോ. മാഷ തന്നെ ഇല്ല, അങ്ങനെ മാറ്റ കൊണ്ടുപോയിട്ട് പട്ടിക ചോദിക്കും. മാഷ ഒറ്റപ്പട്ടിക ചോദിക്കുക. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ഞാൻ പോയില്ല. അമ്മ പറഞ്ഞാൽ കിടന്ന് പോകണം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മാഷ് ചേർത്ത് പിടിച്ചു. പക്ഷെ പൊട്ടിക്കായിരുന്നു. എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ നിന്നെ കണക്കിന് തല്ലി എന്ന് നിനക്ക് പരാതിയുണ്ടോ? ഞാൻ പറഞ്ഞു, നല്ലോണം പരാതിയുണ്ട്. എടാ ഞാൻ നിന്നെ കണക്കിന് തല്ലിയത് കണക്ക് മനഃപ്പാടമാക്കാനല്ല,
കണക്ക് തെറ്റാതെ നീ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. യു ഷാൽ നോട്ട് മിസ് ദ മാത്സ് ഓഫ് യുവർ ലൈഫ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അധ്യാപകരോടും ഒക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് മാസം അവസാനം ശമ്പളം കൊണ്ട് വാങ്ങിക്കാനല്ല, ഒരു തലമുറയെ നിങ്ങൾ പരിശീലിപ്പിക്കുക. തൃശ്ശൂരിൽ എനിക്കറിയുന്ന ഒരു ഡോക്ടറുണ്ട്, വളരെ കത്തോലിക്കനാണ്. അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ്റെ സ്ലിപ്പ് രോഗിക്ക് കൈമാറുന്ന സമയത്ത് രോഗിയോട് പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഹിന്ദു ആകാം, മുസ്ലിം ആകാം, മതമില്ലാത്തവനാകാം, ഡോക്ടർ പ്രാർത്ഥിക്കും. എന്നിട്ട് സ്ലിപ്പ് കൊടുക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്, എടോ ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ ക്യാൻ ടേക്ക് ഓൾ ദ വേ. എടോ ഈ മരുന്നും ഞാൻ ഉപയോഗിക്കണ്ടല്ലോ, പകുതി വഴി തന്നെ കൊണ്ടുപോകുള്ളൂ. നിന്റെ രോഗം മാറ്റാൻ ഈ ഗുളികയ്ക്കപ്പുറത്ത് ആർക്ക് കഴിയും? ദൈവത്തിന്. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മിഷണറി ആയിട്ട് നോർത്ത് ഇന്ത്യക്ക് പോകണം എന്നാണ് ആഗ്രഹം, പക്ഷെ അപ്പ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറായി. അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പെണ്ണ് കെട്ടി. എനിക്ക് മിഷനിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഈസ് എ പ്രൊഫസിംഗ് ഓഫ് ഫെയ്ത്ത്. മൈ പ്രൊഫഷൻ ഈസ് ദ പ്രൊഫസിംഗ് ഓഫ് ദ ഫെയ്ത്ത്. ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല. നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിങ്ങൾക്ക് ബന്ധക്കുസ്താക്കിയ ആത്മാവുണ്ട് നിങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ. എന്നൊക്കെയാണ് നിങ്ങൾക്ക് വഴിമുട്ടുന്നത്, അന്നൊക്കെ നിങ്ങൾ കഥ കടച്ച് ബന്ധക്കുസ്താക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിത് പറഞ്ഞത് സഭയുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ തട്ടിൽ പിതാവ് നേതൃത്വം കൊടുത്താൽ, മെത്രാന്മാരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ നടക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവ് ഇടപെടാതെ ബെത്സൈദ കുളം ഇളക്കുന്ന കർത്താവ് സഭയുടെ വെള്ളം ഇളക്കണം, കർത്താവ് സുഖപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ദീർഘമായിട്ട് കൂടി പറഞ്ഞ് സമയം കളയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ നമുക്ക് മാതൃകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. കാനായിലെ കല്യാണങ്ങളിലെ ഒരു ദുരന്ത ഭൂമിയിലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഭക്ഷണം വിളമ്പിയിട്ട് തരിയാണ്ട് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം അനുഭവിക്കുന്ന അപമാനം, അതിനേക്കാൾ വലിയൊരു അപമാനം ഏതാ ഉള്ളത്? ആ സമയത്ത് അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ. ഞാൻ ഒരു ബൈബിൾ കമന്ററിയിൽ വായിച്ചു, അവിടെ 7 കൽഭരണികളുണ്ടായിരുന്നു. ആ കൽഭരണികൾ വക്കുവോളം വെള്ളം നിറച്ചു. ആ നിറച്ച വെള്ളം ആ കുടുംബത്തിന്റെ കണ്ണുനീരായിരുന്നു. തോരാത്ത മഴ പോലെ പെയ്ത ആ കണ്ണുനീരാണ് കർത്താവ് മധുര വീഞ്ഞാക്കി മാറ്റിയത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ കർത്താവിന് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മുടെ കണ്ണുനീര് മധുര വീഞ്ഞാക്കി മാറ്റും. നമുക്കൊരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമി നമുക്കുണ്ടാകട്ടെ. വചനം പാലിക്കുന്നവരാണ് എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് എൻ്റെ ശിഷ്യന്മാർ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല. ഇന്നത്തെ വായനകൾ നൽകുന്ന ഈ വലിയ സന്ദേശം നമുക്ക് സ്വന്തമാക്കാം. കോതമംഗലം രൂപതയോടുള്ള എൻ്റെ അനിതര സാധാരണമായിട്ടുള്ള അടുപ്പം ഞാൻ നന്ദിയോടുകൂടി ഏറ്റുപറയുന്നു. തട്ടിൽ പിതാവ് നിങ്ങൾ വലിയൊരു അഡ്മിനിസ്ട്രേറ്റർ ഒന്നല്ല, എല്ലാവരോടും സ്നേഹമായിട്ട് വർത്തമാനം പറയുന്ന, എല്ലാവരോടും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എൻ്റെ അവൈലബിലിറ്റി ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്നൊക്കെയാണോ നിങ്ങൾക്ക് എൻ്റെ ആവശ്യം, അന്നൊക്കെ നിങ്ങൾ പറയണം, നിങ്ങൾ ചോദിക്കണം. എന്നാൽ പറ്റുന്ന വിധത്തിൽ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പടുത്തുയർന്ന പ്രക്രിയയിലെ ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമാകും. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ
മുടങ്ങാതെ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയിലെ എണ്ണത്തിലോടുകൂടെ നിങ്ങളാണ്. കോതമംഗലം രൂപതയാണ്, സുറമല്ല സഭയാണ്. നമുക്ക് ധാരാളം ദൈവങ്ങൾ വേണം, നമുക്ക് ധാരാളം മിഷണറിമാർ വേണം. ഞാൻ ഇന്ന് കുർബാന ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവവിളി ക്യാമ്പുകൾ നടക്കുന്ന ഒരു വാരമാണിത്. നിങ്ങൾക്കറിയാം, ദൈവവിളി വാരമാണ്. ധാരാളം ദൈവവിളികൾ നമുക്കുണ്ടാകും. നമ്മുടെ മക്കളെ വലിയ ദൈവത്തിൻ്റെ ദാനമാണ്. മക്കളിൽ വിശുദ്ധി പിടിക്കരുതെന്ന് ഞാൻ സഭയുടെ നാമത്തിൽ നിന്നോട് പറയും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തിരി പോലെയും മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്. മക്കളെ സ്വീകരിക്കുന്നതിൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന ലുപ്ത്, ഇന്ന് നമ്മൾ കാണിക്കുന്ന പിശുക്ക്, അവിടെ നമ്മൾ കാണിക്കുന്ന ഒരു കാഴ്ചപ്പാടില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് മക്കളെ സ്വീകരിക്കാനും മക്കളെ നല്ലവരായിട്ട് വളർത്താനും മാതാപിതാക്കൾക്ക് കഴിയട്ടെ. ധാരാളം ദൈവങ്ങളിലൂടെ സഭയ്ക്കുണ്ടാകാൻ, കുടുംബജീവിതത്തിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക്, സമർപ്പ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് പരിശുദ്ധയുടെ മാധ്യസ്ഥം വഴി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ